ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ARM എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടം കണ്ടുപിടിച്ചത് സോറി ഗൈസ്. ആവറേജ് മൂവി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ടൊവീനോ, കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി, ഐശ്വര്യ രാജേഷ്, ബേസിൻ ജോസഫ്, ഹരീഷ് ഉത്തമൻ, സന്തോഷ് കിയാറ്റൂർ, പിന്നെ ഉള്ളത് സുധീഷ് ഏട്ടൻ എന്നിവരാണ് ജഗദീഷ് ഏട്ടൻ എന്നിവരാണ്, പിന്നെ രോഹിണി ചേച്ചി എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല, പടം ഒരു ആവറേജ് മൂവിയാണ്. വേണമെങ്കിൽ കണ്ടു നോക്കാം. പടത്തിൽ പോസിറ്റീവ്സ് പറയാം. ഫസ്റ്റ് ഹാഫ് തൊട്ട് അവൻ്റെ ക്ലൈമാക്സ് വരെ നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ ദ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഫോർ വൈ അതൊറ്റ കാരണം കൊണ്ട് അത് ആവറേജ് ചെയ്തു. പറയാനില്ലടി, എന്തോന്ന്. ഫസ്റ്റ് ഹാഫ് മര്യാദയ്ക്ക് പോയിരുന്നു. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കഥ മനസ്സിലായില്ലെങ്കിലും തന്നെ അത് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു വാലിബൻ പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഇങ്ങനെ മര്യാദയ്ക്ക് വരെയായിരുന്നു. പക്ഷെ എന്തോ പിന്നെ അത് ഫ്ലോ ഒന്ന് പോയി. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കുറച്ചൊക്കെ മര്യാദയ്ക്കായിരുന്നു. ഒരു പകുതിയോളം മര്യാദയ്ക്കായിരുന്നു. പിന്നീട് എന്ത് ഫ്ലോ പോയാണ് പ്രശ്നം പറ്റിയത്. ആ ഫ്ലോ ഒന്ന് പോകുന്ന വിധത്തിലാണ് പടം എടുത്തിരിക്കുന്നത്. ഈ പടത്തിലെ സെക്കൻഡ് ഹാഫ് ഇറ്റ്സ് ആവറേജ് സാധനം. ഫസ്റ്റ് ഹാഫ് പൊളിച്ച്, പക്ഷേ സെക്കൻഡ് ഹാഫ് ഇറ്റ്സ് ആവറേജ് ഫ്ലക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. ടൊവീനോ ഫാദിൽ കാണിച്ചിട്ട് രണ്ടെണ്ണം. എൻ്റെ പൊന്നെ മണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ ഏതാണ് കുഞ്ഞിക്കേലു, പിന്നെ അജയൻ. ഈ 3 ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. വരെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചില കോമഡീസ് ഒന്നും വർക്കായിട്ടില്ല. ഇടയ്ക്ക് വേറെ ജോസഫിൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കൂടെ കോമഡി ഒക്കെ ഉണ്ട്. അതെന്തിനീ കയറ്റി വെച്ചത് എന്നടാ പണ്ട് വെച്ചിരിക്കുക. വില്ലൻ ഹരീഷ് ഉത്തമനാണ് വില്ലൻ. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ ഇനി ആനിമൽ പാർക്കാവോ? ഇല്ലെങ്കിൽ വല്ല കിണപ്പാത്തുമായിരിക്കും. ടൈഗർ വേഴ്സസ് ടൈഗർ. എന്തായാലും എന്നോട് എനിക്ക് പറയാനുള്ളത് ഗസ് ബാലെണ്ണ നിങ്ങളൊന്ന് വേഗം കിണപ്പാത് 2 എന്നിറക്കി. ഇല്ലെങ്കിൽ സന്ദീപ് റെഡ്ഡി ആവാൻ കാരണം നിങ്ങൾ ആനിമൽ പാർക്കൊന്ന് വേഗം ഇറക്കി. ഇല്ലെങ്കിൽ എന്തോ ഞാൻ പറയും. വേറൊന്നും പറയാനില്ലടേ. ഒന്ന് വേഗം അറിയും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ലിജോ ജോസ് പെള്ളിശ്ശേരി നിങ്ങളൊന്ന് വാലിബൻ 2 എന്ന് ഇറക്കി വയ്ക്കും. ഈ 3 പടം എനിക്ക് ഇഷ്ടപ്പെട്ട പടം, അതുകൊണ്ടാണ് പറയണത്. നിങ്ങളൊന്ന് വേഗം ഇറക്കി വൈ പ്ലീസ്. ഒന്ന് വേഗം ഇറക്കി വൈ. ഇത് എൻ്റെ സെക്കൻഡ് പാട്ട് കാണാൻ വയ്യ, അതുകൊണ്ടാണ്. ഒന്ന് മാത്രമായതുകൊണ്ടൊന്നും അല്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഞാൻ തിയേറ്ററിലേ പോവില്ല. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഇന്ന് ഞാൻ വീണ്ടും പോയതാണ് തെറ്റായി പോയിരിക്കണത്. ഒന്നും കഥ മനസ്സിലായി. പക്ഷെ എന്താ സെക്കൻഡ് ഹാഫ് ആ സിനിമ തീരാറാകുമ്പോൾ നമ്മൾക്ക് സ്റ്റോറി മനസ്സിലായി. പക്ഷേ എന്താ സിനിമ തീരാറാകുമ്പോൾ അത് വീണ്ടും സംശയത്തിലോട്ടാണ് എത്തിക്കണം. അന്നേരം അതാണ് ഈ പടത്തിൽ സ്പോയിലറാണ്, ഘട്ട സ്പോയിലറാണ്. മീൻസ് ടൊവീനോ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്, ഋതിക് ഷെട്ടി മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്, സുരഭി ലക്ഷ്മി മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്, ഐശ്വര്യ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റാരും ബേസിൻ ജോസഫ് ഫസ്റ്റ് ഹാഫിൻ്റെ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ആവറേജ് ആണ്. ഹരീഷ് ഉത്തമൻ ആവറേജ് തന്നെയാണ്. ബാക്കി എല്ലാവരെയും ഊളത്തരും, അത് വേറെ വ്യക്തി. ഡയറക്ടർ ബ്രില്യൻസാണ്, അത് സംബന്ധിച്ച്
ഡയറക്ടർ ബ്രില്യൻസ് ആണ്. പക്ഷെ സ്റ്റോറി ആരുടെ എഴുതി വെച്ചത്? ഒരു മിനിറ്റ്. സുജിത് നമ്പ്യാർ എന്നടാ അത്. ഇവിടെ സ്റ്റോറി ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ അവസാന സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ആ സെക്കൻഡ് ഹാഫ് ഒരു പകുതി നല്ലതായിട്ട് പോയി. ആദ്യം ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് വന്നു, സെക്കൻഡ് ഹാഫിൻ്റെ പകുതി നല്ലതായിട്ട് വന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് ക്ലിയർ അല്ലടേ. ആരെ സ്ക്രീൻ പ്ലേ ചെയ്യണത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് വേറെ പറ്റി. പാട്ട് നമ്മുടെ ഡിബു ആണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാച്ചിലറിൻ്റെ മറ്റേ അതെന്ന് നമ്മുടെ മറ്റേ ജീവിയുടെ ബാച്ചിലർ എന്ന സിനിമയുണ്ട്. ആ പടത്തിൽ മ്യൂസിക് ചെയ്തതാണ് ഈ പടത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സമാധാനമുണ്ട്, അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. നല്ല ബീജം വന്നിട്ടുണ്ട്. പക്ഷെ പാട്ട് കൊള്ളാം. മറ്റേ സ്റ്റാർട്ടിങ്ങിലോ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് പാട്ട്. സെക്കൻഡ് ഹാഫ് എന്തോ പിന്നെ ഒരുപാട് ലോജിക്സ് മീൻസ് നിങ്ങൾ ലോജിക്ക് നോക്കാതിരിക്കുന്ന ഒരു പടം ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടോക്കാം. മീൻസ് ലോജിക്കില്ലേ സിനിമയിൽ, അത് വേറെ കാര്യം. മീൻസ് നമ്മളിപ്പോൾ തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇതിലൊക്കെ കണ്ട കണക്ക് ഒരു ലോജിക്കില്ലാത്തൊരു സാധാ പടം തന്നെ. ഒരു ആക്ഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല, ഫാൻറ്റസി എന്ന് പറയാനേ പറ്റുള്ളൂ. ആക്ഷൻ എന്ന് പറയാൻ പറ്റുമോയെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇരുന്ന് കാണാം. വേറെ ഒന്നും പറയാനില്ല. വി എഫ് എക്സ് നല്ലതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ലോജിക്ക് നോക്കാതിരുന്ന പടം നല്ലതാണ്. എനിക്ക് എന്താണെന്നറിയില്ലടാ, ഞാൻ 3D അല്ല കണ്ടോ, അതുകൊണ്ട് 3D ടിക്കറ്റ് കിട്ടിയില്ല. സോറി, ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ 3D ടിക്കറ്റ് കിട്ടിയാടോ. ലോജിക്ക് നോക്കാൻ തരുന്ന നല്ല പടമായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, 3D അല്ല ഞാൻ കണ്ടത്, അതുകൊണ്ട് സോറി. ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. ഏത് ടെലഗ്രാം ചാനലിലിടുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂടെ? യൂട്യൂബ് ചാനൽ എന്ന് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ് എന്ന് പറയുന്നതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്ട്രോളർ മൂവി മീഡിയ.